ഞാനിരുന്ന് നിരങ്ങണം അല്ലേ? പടിയാണല്ലോ ഇവിടെ. ആ പിന്നെ കുഴപ്പമില്ല. ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. യെസ്. ഇവിടെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ പല്ലാസോ എന്നുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. ഇവിടെ കുറച്ച് ഒഴുക്കൊക്കെ കുറവാണ്. ബിഗിനേഴ്സിനൊക്കെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് മീൻ പോകണം ചാടിപ്പോയി. അപ്പോൾ ഈ ഓളോടെ ഈ ഒരു കായക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ പ്രത്യേകതകൾ കുറേ പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും മോർ ദാൻ ദാറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ തുഴയുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. നമ്മളിപ്പോൾ ഇങ്ങനെ തുഴയുന്ന സമയത്ത് അങ്ങോട്ടൊരു ഡയറക്ഷൻ ചേഞ്ച് വരും, ഇങ്ങനെ തുഴയുന്ന സമയത്ത് ഇങ്ങോട്ടൊരു ഡയറക്ഷൻ ചേഞ്ച് വരും. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കയാക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ തുഴയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും, മുന്നോട്ട് പോകണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് കൊണ്ടും ഇതിൻ്റെ ഒരു എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടും അല്ലെങ്കിൽ ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് കൊണ്ടും ഇത് തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലും തുഴയുമ്പോൾ ഇതിനൊരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. മീനുകൾ ചാടുന്നുണ്ടാ, കാറ്റെടുത്ത് കറക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റടിക്കുന്നുണ്ട്. അതാണ് നിങ്ങളിതിൻ്റെ ഉസ്താദാണ്. അനന്തമായിട്ടുള്ള പച്ചപ്പും കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മനസ്സങ്ങ് ഭയങ്കര ശാന്തമാവും, അല്ലെങ്കിൽ ഭയങ്കര ഏകാഗ്രമാവും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്താലേ പറയാൻ പറ്റും. ടെക്കീസിനൊക്കെയാണ് ഒരുപാട് ഉപയോഗം ചെയ്യുന്നത്. കാരണം നമ്മൾ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്ന വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജി തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഒരു മന്ത് എൻഡ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലൊക്കെ വന്നത് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു സുഖം കിട്ടും. ഒരു റിഫ്രഷ്മെൻ്റ് എന്ന് തന്നെ പറയാം, ശരിക്കും ഒരു നാച്ചുറൽ റിഫ്രഷ്മെൻ്റ് എന്ന് പറയാം. ഞാൻ നേരത്തെയൊക്കെ പല വീഡിയോസിലും പറയാറുള്ള ഒരു ഹോളിഗ്രേറ്റീവ് വാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രകൃതിയുടെ ഭംഗിയും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ ലയിച്ച് ചേർന്നുള്ള നടത്തം. നമ്മൾ പൊന്മുടിയിലൊക്കെയാണ് പോയി നടക്കാറുള്ളത്. ഞാൻ മിക്കവാറും എൻ്റെ ഗസ്റ്റായിട്ടുള്ള ഫോറിനേഴ്സുമായിട്ടൊക്കെ ഞാൻ അങ്ങനെ ഒരു നേച്ചർ വാക്ക് അല്ലെങ്കിൽ ഒരു ഹോളിഗ്രേറ്റീവ് വാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഫാമിലി ആയിട്ടും ചെയ്യാറുണ്ട്. ഇത് ഞാനിപ്പോൾ ഫാമിലി ആയിട്ട് ചെയ്യാറുണ്ട്. എൻ്റെ വൈഫിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇപ്പോഴും വരാനായിട്ട് ചാടി നിന്നതാണ്. എന്തായാലും അടുത്ത ആഴ്ച പറ്റിയ കൊണ്ടൊന്ന് പുള്ളിക്കാരത്തേക്കും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതൊരു റിസ്ക് ആണ് അല്ലേ? കൊച്ചുങ്ങൾ കുറച്ചും കൂടെ ഒന്ന് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാലേ അവരെ ഇവിടെ ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അപ്പുറത്ത് ഓരോരോ സ്പോട്ടുകളാണ്. ഇതിപ്പോൾ പല്ലാസോയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇനി അപ്പുറത്ത് കുളമുട്ടൻ കായലുണ്ട്. കുളമുട്ടൻ കായൽ ഞാൻ ജസ്റ്റ് നേരത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനി കുറച്ചും കൂടെ വാസ്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പഴയ ഒരു തുരുത്തുണ്ട്, പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് അങ്ങാണ്ട് വെള്ളത്തിനടിയിലായിപ്പോയ ഒരു തുരുത്താണ്. അപ്പോൾ അതിപ്പോഴും അതങ്ങനെ അതിൻ്റെ ഒരു ലെയർ ഇപ്പോഴും അവിടെ ഉണ്ട്, ഒരു പാറ പോലത്തെ ലെയറാണ്. അതിൽ നമുക്ക് ചെന്ന് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. നമ്മുടെ കൊല്ലത്തെ മൺട്രോ തുരുത്തില പോലുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഇവിടെ ഉണ്ട്. അത് നമുക്കിനി എക്സ്പ്ലോർ ചെയ്യണം. കയാക്കിങ്ങിന് പറ്റിയ ഒരു ആംബിയൻസ് ആണ് നമ്മുടെ വക്കം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ വരിക, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഫാമിലിയായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ടെക്കീസിന് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നേരത്തെ അവിടെ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് കയാക്ക് എടുത്ത് ഗോൾഡൻ ഐലൻഡ് വിസിറ്റ് ചെയ്ത് ഒരു കറക്കമൊക്കെ ഇറങ്ങി. ഇപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ സജീവമായിട്ട് കയാക്കുകൾ ആവശ്യം പോലെയുണ്ട്. ഇത് നമ്മുടെ റെയിൽവേ ട്രാക്കാണ്, ശരിക്കും അകത്തുനിന്ന് ബ്രിഡ്ജ് റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ടാണ് നല്ല തിരയടിക്കുന്നുണ്ട്. അതിനെ ചെറുത്ത് വേണം നമുക്കിന്ന് തിരിച്ചു പോകാൻ. പക്ഷേ ഈ തിരയൊക്കെ അടിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാലൻസിങ്ങിനൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. ബിഗിനേഴ്സിന് പോലും ഒരു തരത്തിലുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ കയാക്കിങ്ങിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുള്ള ആളല്ല, പക്ഷേ എങ്കിലും ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ തന്നെ നല്ല വേവ്സിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. അഡ്വഞ്ചർ സ്പോട്ട് എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു മാനസിക ഉല്ലാസം തരുന്ന ഒരു നല്ല ഒരു വാട്ടർ സ്പോട്ടാണ്. ബ്രോ ഞാനും ഉണ്ട്. കയാക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ സപ്പോർട്ട് കൊടുക്കുക, കാലുകൊണ്ട് ഫ്രണ്ടിലോട്ട് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വലിയൊരു എഫേർട്ടില്ല നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. അത് പറഞ്ഞപ്പോഴാണ് നമ്മളിത് റിവ്യൂ ചെയ്തില്ല. ഇപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്നത് ഓഷൻ വ്യൂ എന്ന് പറയുന്ന മോഡലാണ്. അത് ഡബിൾ സീറ്റർ ആണ്, വോയേജർ എന്ന് പറയുന്ന മോഡലാണ്. അത് ഏതാണ്ട് ഇതുപോലത്തെ ഡിസൈൻ തന്നെയാണ്, പക്ഷേ എങ്കിലും രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റും. ഇപ്പം 2 പേർക്ക് ഇരിക്കുന്ന കയാക്കിൽ പൊതുവെ 2 സീറ്റിൽ ബാക്ക് സീറ്റ് നല്ല വലുതും ഫ്രണ്ട് സീറ്റ് ഒത്തിരി കൺജസ്റ്റഡും ആയിട്ടാണ് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ 2 പേർക്ക് ഒരേ രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന വ്യാപ്തിയുണ്ട്. ഇത് നമ്മുടെ അനിൽ ബ്രോ ആണ്. ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഗൈഡ്സ്. അപ്പോൾ എപ്പോഴും ഒരു ഗൈഡിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതിവിടെ ഉള്ള എല്ലാ കയാക്കിംഗ് ടീമിനും ഒരു ഗൈഡുണ്ട്, അവരും കൂടെ ഉണ്ടാവും. അപ്പോൾ സേഫ്റ്റി വൈസ് ഒക്കെ നമ്മൾ പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇതുപോലൊരു ജാക്കറ്റ് വെയർ ചെയ്തേക്കും. ഇപ്പോൾ ഞാനും വെയർ ചെയ്തിട്ടുണ്ട്. ജാക്കറ്റ് വെയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ വെള്ളത്തിൻ്റെ കളികളിൽ ഇറങ്ങാവുള്ളൂ. എത്ര നമുക്ക് സ്വിമ്മിംഗ് ഒക്കെ അറിയാം, അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ അറിയാമെങ്കിൽ ലൈഫ് ജാക്കറ്റ് വെയർ ചെയ്തേക്കുക. കാരണം ഇതെന്ന് പറയുന്നത് പ്രകൃതിയായിട്ടുള്ളൊരു കളിയാണ്. നേച്ചറിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും
എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് അപകടങ്ങളും എപ്പോഴും പതിയിരിക്കും പ്രകൃതിയിലും. നമുക്ക് ചെയ്യാവുന്നത് അതിന്റെ പ്രിവെന്റീവ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഗിയേഴ്സ് എല്ലാം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് നല്ല തിരയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു കടൽ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് ഒരു ദിവസം അവിടെ എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഇപ്പൊ ആണെങ്കിൽ ഈ കാറ്റുണ്ട്, അവിടെ നിന്നുള്ള അടിയൊഴുക്കും കൂടെ കൊണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഈ കാറ്റത്തും ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി ടഫായിരിക്കും. ബാലൻസ് ചെയ്ത് നിൽക്കത്തില്ല അല്ലേ, കറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കും. അതെ,